ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിൽ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ട്രഡീഷണൽ ഇൻഡയറക്റ്റ് ഓർ വാറ്റ് ടാക്സ് സിസ്റ്റം ആൻഡ് GST. അതായത് 2017 ജൂലൈ 1 ഇന്ത്യയിൽ ഉണ്ടായിരുന്നതും 2017 ജൂലൈ 1 ശേഷം ഇന്ത്യയിലുള്ളതും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് GSTയും പഴയ ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ ഒരുപാട് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 7-8 പോയിൻറ്റ്സ് സിമ്പിളായിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് നമ്മുടെ പഴയ ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ വാറ്റ് സിസ്റ്റം. കോംപ്ലക്സ് സ്കീം സിൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ലോസ്, റേറ്റ്സ്, അതോറിറ്റി. അതായത് പഴയ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു കോംപ്ലക്സ് സ്കീമായിരുന്നു. അതിൽ ഒരുപാട് മൾട്ടിപ്പിൾ ലോസും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ്സുള്ള ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ഇന്നത്തെ GST സിസ്റ്റത്തിൽ സിമ്പിൾ സ്കീമാണ്, സിൻസ് ഇറ്റ് സബ്സ്യൂംഡ് മോസ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ടു വൺ ടാക്സ്. ഓക്കെ, അതിൽ ആകെ ഒരൊറ്റ ടാക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ടാക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയതിൽ ദർ ആർ സെപ്പറേറ്റ് റേറ്റ്സ്. ഫോർ എക്സാമ്പിൾ എക്സൈസ് ഡ്യൂട്ടി, പിന്നെ സർവീസ് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതിനും പല റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ GST സിസ്റ്റത്തിൽ ദർ ഈസ് ഓൺലി വൺ CGST റേറ്റ് ആൻഡ് യൂണിഫോം SGST റേറ്റ് അക്രോസ് ഓൾ സ്റ്റേറ്റ്. സ്റ്റേറ്റ് മുഴുവനും ഒരൊറ്റ CGSTയും SGSTയും റേറ്റാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ടാക്സ് ബേർഡൻ എന്ന് പറയുമ്പോൾ ബേർഡൻ ഓഫ് ടാക്സ് പെയർ എന്ന് പറയുന്നത് ഹൈ ആയിരുന്നു, എന്നാൽ ടാക്സ് ബേർഡൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റിഡ്യൂസ്ഡ്. ഓക്കെ, പിന്നെ കൺകറൻറ്റ് പവർ, അതായത് നമ്മുടെ ഈ സെൻട്രലിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നമ്മുടെ ഈ ഒരു ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വലിയ പവർ ഒന്നും ഉണ്ടായിരുന്നില്ല. ദർ ഈസ് നോ സച്ച് പവർ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ സെയിം സബ്ജക്റ്റ് മാറ്റർ ഓഫ് ടാക്സ് പഴയതിൽ. എന്നാൽ പുതിയതിലോ ആസ് പെർ ആർട്ടിക്കിൾ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ വെസ്റ്റഡ് വിത്ത് ദ പവർ ടു മേക്ക് ലോസ് ഓൺ GST. അതായത് GSTയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസ് റിലേറ്റ് ചെയ്യുന്നതിൻ്റെ പവർ എവിടെ വെസ്റ്റഡ് ആണ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ വെസ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ടാക്സ് കംപ്ലൈൻസ് ഈസ് കോംപ്ലക്സ് ബിക്കോസ് ഓഫ് എക്സൈസ് ഓഫ് മൾട്ടിപ്പിൾ ടാക്സ് റെഗുലേഷൻസ്. എന്നാൽ നമ്മുടെ GSTയുടെ കേസിൽ ടാക്സ് കംപ്ലൈൻസ് ബിക്കം സിമ്പിൾ ആസ് ദർ ഈസ് ഓൺലി വൺ ഇൻഡയറക്റ്റ് ടാക്സ് റെഗുലേഷൻസ്. ഓക്കെ, പിന്നെ ടാക്സ് ഇവൻറ്റ് നമ്മുടെ പഴയതിൽ എങ്ങനെയായിരുന്നു, ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് വിൽക്കുമ്പോൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തേലോ ഓൺ എവറി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പിന്നെ ടാക്സ് ഷെയറിൻ്റെ കേസിൽ പറയുമ്പോൾ നമ്മുടെ പഴയതിൽ ഈ CGSTയും അതുപോലെ തന്നെ SGSTയും അങ്ങനെ ഷെയർ ഒന്നും ഉണ്ടായിരുന്നില്ല. നോ ടാക്സ് ഷെയർ ആയിരുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 10% കേസ് പറഞ്ഞില്ലേ. ഈ 10% കേസ് പറയുമ്പോൾ അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ടാക്സ് പറയുന്നത് 10% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ 5% CGST ആയിരിക്കും, 5% SGST, അതായത് സെൻട്രലിനും പകുതി സ്റ്റേറ്റിനും പകുതി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ GSTയിൽ. പക്ഷെ പണ്ട് അത്തരത്തിലുള്ളൊരു ഷെയർ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് 10ാമത്തെയാണ് കേട്ടോ. നമ്മുടെ GSTയുടെ കേസ് പറയുമ്പോൾ GST കളക്റ്റഡ് അണ്ടർ CGST ആൻഡ് SGST ഫ്രം എവറി സ്റ്റേറ്റ് ആൻഡ് ഷെയർഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ, പിന്നെ ലാസ്റ്റത്തെ പോയിൻ്റാണ് ഇതിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഈസ് നോട്ട് കമ്പൽസറി. ഏതിൻ്റെ കേസിൽ, നമ്മുടെ പഴയ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ. എന്നാൽ പുതിയതിൻ്റെയോ ഓൺലൈൻ പേയ്മെൻറ്റ് ഈസ് കമ്പൽസറി ഇഫ് ടാക്സ് ഈസ് മോർ ദാൻ ₹10,000. നമ്മുടെ ടാക്സിൻ്റെ എമൗണ്ട് 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് കമ്പൽസറി എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ടെക്സ്റ്റിൽ ഏകദേശം 15 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്ന് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയ കുറച്ച് പോയിൻ്റാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മുഴുവൻ വേണമെന്നുണ്ടെങ്കിൽ ഈ PDF ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മുഴുവൻ ഇരുന്ന് പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ മിനിമം ഒരു 5 എണ്ണമെങ്കിലും പഠിച്ച് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് GSTയുടെ കുറച്ച് അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് എലിമിനേഷൻ ഓഫ് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ്. ടാക്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് അടച്ച എമൗണ്ട് നമ്മൾ വീണ്ടും ടാക്സ് അടയ്ക്കേണ്ട ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ടാക്സ് അടച്ച എമൗണ്ടിന് ഈ ടാക്സിൻ്റെ എമൗണ്ടും കൂടെ കൂട്ടിയിട്ട് വീണ്ടും ടാക്സ് അടയ്ക്കേണ്ട ഒരു അവസ്ഥ. അത്തരത്തിലുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട് GST വന്നതോടുകൂടെ. ഓക്കെ, പിന്നെ ഈസി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് HSN ട്രൂ ആണ്, അതൊന്നും എഴുതണ്ട. ഈസി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ് അത്രയും മതി. പിന്നെ ഡിഗ്രീസ് ഇൻ പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിഗ്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്.
പക്ഷേ ടാക്സ് റേറ്റ് ഇൻക്രീസ് ആകുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലൊന്നും വലിയ ഡിഫറൻറ്റ് ഇല്ല, എന്നാലും ഉണ്ടാവുമായിരിക്കും. പിന്നെ റെഡ്യൂസിങ് ട്രാൻസാക്ഷൻ കോസ്റ്റും ആൻഡ് അൺനെസസറി വേസ്റ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എലിമിനേറ്റിംഗ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സേഷൻ, അതും ഈ ടാക്സ് ഓൺ ടാക്സ് ഒക്കെ സെയിം പോയിന്റ് തന്നെയാണ്. പിന്നെ 1 പോയിന്റ് സിംഗിൾ ടാക്സ്, റെഡ്യൂസ് ആവറേജ് ടാക്സ് ബേർഡൻസ് ഓൺ ദി കൺസ്യൂമേഴ്സിൻ്റെ ആ ഒരു ടാക്സ് അതുണ്ടല്ലോ അതങ്ങ് കുറഞ്ഞു കിട്ടുന്നുണ്ട്. പിന്നെ റെഡ്യൂസ് ദി കറപ്ഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. യൂണിഫോമിറ്റി ഓഫ് ദി ടാക്സ് റേറ്റ്, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും സെയിം ടാക്സ് റേറ്റ്, അതാണ് യൂണിഫോമിറ്റി ഓഫ് ദി ടാക്സ് റേറ്റ്. അതായത് സംസ്ഥാനങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് മാറുന്നില്ല, ടാക്സ് റേറ്റ് മാറുന്നില്ല. അഡ്വാൻറ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബെനിഫിറ്റ് ഓഫ് GST ടു വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, അതായത് ആരാണോ ഈ GST അടയ്ക്കുന്നത് അവരാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ അവർക്കുള്ള ബെനിഫിറ്റ് അത് നമ്മൾ 3 കാറ്റഗറിയാണ്. ബെനിഫിറ്റ് ടു GST സിറ്റിസണ്, അതുപോലെ തന്നെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലാദ്യം നമുക്ക് സിറ്റിസൺ നോക്കാം. സിംപ്ലർ ടാക്സ് സിസ്റ്റം ആണ്. പിന്നെ റിഡക്ഷൻ ഇൻ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പിന്നെ യൂണിഫോം പ്രൈസസ് ത്രൂ ഔട്ട് ദി കൺട്രി, ട്രാൻസ്പെറൻസി ഇൻ ടാക്സേഷൻ സിസ്റ്റം, ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അതാണ് ബെനിഫിറ്റ്സ് ഓഫ് GST ടു സിറ്റിസൺസിന് കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ബെനിഫിറ്റ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, അതിൽ കൊടുക്കുന്നതാണ് റിഡക്ഷൻ ഇൻ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ്, മിറ്റിഗേഷൻ ഓഫ് കാസ്കേഡിങ് അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ, പിന്നെ മോർ എഫിഷ്യൻറ്റ് ന്യൂട്രലൈസേഷൻ ഓഫ് ടാക്സ് എസ്പെഷ്യലി ഫോർ എക്സ്പോർട്സ്, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് കോമൺ നാഷണൽ മാർക്കറ്റ്, സിംപ്ലർ ടാക്സ് റിജീം, ഫ്യൂവർ റേറ്റ്സ് ആൻഡ് എക്സംഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സ്. പിന്നെ ബെനിഫിറ്റ് ടു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവ്ഡ് റവന്യൂ കളക്ഷൻ, എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്, ബ്രോഡനിങ് ഓഫ് ടാക്സ് ബേസ്, സിംപ്ലർ ടാക്സ് സിസ്റ്റം, റിഡക്ഷൻ ഇൻ കംപ്ലയിൻസ് കോസ്റ്റ്, പിന്നെ യൂണിഫോം SGST ആൻഡ് IGST റേറ്റ്സ്, പിന്നെ ഇംപ്രൂവിങ് ദ ഓവറോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഇൻ ദി കൺട്രി. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ല സിമ്പിളായിട്ട് തോന്നുന്ന കുറച്ച് പോയിൻ്റ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. അതല്ലാണ്ട് പോയിൻറ്റിൻ്റെ നീളം കൂട്ടിയെന്ന് വിചാരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിൻ്റ് നിങ്ങൾ പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഡെഫിനീഷൻസ് ആണ് നോക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.